ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. അപ്പം ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിം കൊണ്ടാണ് വന്നിരിക്കണേ. ദ ഗെയിം നെയിം ഈസ് ഡിഗിങ് എ ഹോൾ. അപ്പോൾ ഗൈസ്, നമ്മളൊരു കുഴിച്ച് നിധി കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ഇതിൽ സംഭവം എന്താ വെച്ചാൽ, ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു നിധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നമ്മൾ കുഴിച്ച് ആ നിധി കണ്ടുപിടിക്കണം ലാസ്റ്റ്. അപ്പം കുറച്ച് ഉണ്ടാവുമായിരിക്കും ഗൈസ്, കുഴിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും ഇല്ലേ കിട്ടൽ എന്തൊക്കെ അറിയാം. അപ്പോൾ ഗൈസ് തുടങ്ങിയാണോ? നമുക്കിവിടെ ന്യൂ ഗെയിം ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, ക്വിറ്റ് ഉണ്ട്. അപ്പോൾ ന്യൂ ഗെയിം തുടങ്ങാം ഗൈസ്. ഓക്കെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ടോ? കഥ പറയുന്നു. ഓക്കെ ഗൈസ്, ഒരാൾ ഇറങ്ങിയിട്ടുണ്ടോ അതിൽ നിന്ന്. എടാ അവളെന്തോ കൗണ്ടേയും ചെയ്യുന്നുണ്ട് ഗൈസ്. ഡേറ്റാന്ന് തോന്നുന്നു ഗൈസ്, ഡേറ്റ്. എടാ എന്തോ ആണി വെച്ച് അടിച്ചടാ അവിടെ. ഓ, ആ വണ്ടി പോയല്ലോ. ഓക്കെടാ, അവരെന്തോ നോട്ടീസ് ബോർഡാടാ. ഹൗസ് ഫോർ സെയിൽ ഓൺലി $10,000 ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ ഗൈസ്. വിത്ത് ഗോൾഡ് ട്രെസർ ഇൻ ദ ഗാർഡൻ. ഗൈസ്, ആ വീട്ടിലാടാ ഗോൾഡൻ ഇല്ലേ. ബൈ നൗ ആൻഡ് ഗെറ്റ് റിച്ച്. ഗൈസ്, ഈ സ്ഥലം വാങ്ങിയിട്ടില്ലേ അവിടെ ഇതാവാനാ പറഞ്ഞേ ഗൈസ്. എടാ നമ്മളവിടെ എത്തിയടാ. സൂപ്പർ മെഗാ ഡിഗർ 3000 അൾട്ടിമേറ്റഡ് 2.0 ഡിറ്റക്ടർ സെറ്റ് ഗൈസ്. എക്സ്പോ പോയടാ. ഓ ഗൈസ്, നമ്മളാ സ്ഥലം വാങ്ങിച്ചടാ ഗൈസ്. കണ്ട ഇപ്പം ഇപ്പം സ്ക്രീനിലുള്ളത് എന്തൊക്കെ വെച്ചാൽ പൈസ ഉണ്ട് ഗൈസ്, പിന്നെ 1 മീറ്റർ. എനിക്ക് തോന്നുന്നത് അത് കുഴിച്ച് പോകേണ്ടതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. പിന്നെ ഉള്ളത് സൈഡിൽ നമുക്ക് എനർജി ഉണ്ട്, പിന്നെ ബാറ്ററി ലെവലുണ്ട്, പിന്നെ ബാഗ് ഉണ്ട്, പിന്നെ ഓക്കെ ഓടേണ്ടതുണ്ട്. ഓക്കെ ആടാ. എടാ ഇവിടെയാടാ കുഴിക്കണ്ടേ. ഓ ഗൈസ്, എടാ ഇത് ഇങ്ങനെ കുഴിച്ച് പോകണോടാ. ഓക്കെ, അതിന് പോലും ഇവിടെ വേറെതൊക്കെ ഉള്ളു. നോക്കട്ടെ. പിന്നെ ഇവിടെ 2 സോഫ ഉണ്ട്. എടാ നമ്മൾ ഈ ബാഗില്ല ഗൈസ്, ഈ വീട് നമ്മൾ അവിടെ ഇതിനകത്തേക്ക് പോകാൻ കഴിയും ഗൈസ്. ഇവിടെ പോകാൻ കഴിയുമോ? ഇല്ല ഗൈസ്, ഇവിടെ നമുക്ക് പോകാൻ കഴിയൂടാ ഗൈസ്. ഇതിനകത്ത് ഗൈസ് ഈ വീട് നമ്മൾ വാങ്ങിച്ചതാ. ഇതേതോ ഗ്യാരേജാന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. ഇവിടെ എന്താടാ ബുക്ക് ഉണ്ട് ഗൈസ്. സേവ്ഡ്. ഓക്കെ, സേവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഗെയിം സേവ് ചെയ്യേണ്ടത്. ഓക്കെ, സേവ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഓൾറെഡി ഞാൻ. ഓക്കെ ഗൈസ്, ഗെയിമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ഇതെന്താടാ ഗൈസ്, ഇവിടെ ഉള്ളത് മണി, പൈസ. ഓക്കെ, നമ്മുടെ അടുത്ത് 0 പൈസ ആണല്ലോ. പിന്നെ ബാറ്ററി. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ബാറ്ററി ഫുൾ ചാർജ് ആക്കേണ്ടതും ഹെൽത്ത് ഫുൾ ചാർജ് ആക്കേണ്ടതും. പിന്നെ ഡൈനാമൈറ്റ് ഉണ്ട് ഗൈസ്. ലാമ്പ്. എനിക്ക് തോന്നുന്നത് ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് വെളിച്ചം വേണമല്ലോ ഗൈസ്, സൂര്യപ്രകാശം എത്തൂലല്ലോ അവിടെ. അപ്പോൾ അവിടെ ലാമ്പ് വേണമായിരിക്കും. പിന്നെ പാറയൊക്കെ പൊട്ടിക്കാനുണ്ടാവുമായിരിക്കും ഗൈസ്, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഗൈസ്, ഇവിടെ എന്താ ഉള്ളത്? ഇതെന്താടാ? സെല്ല് ഓൾഡറോ ഗൈസ്, അവിടെ എന്തോ വിൽക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഗൈസ് നൈസിലി തോണ്ടാൻ തുടങ്ങിയാലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ നേരത്തെ തോണ്ടിയിട്ടുണ്ടായേ. ഓക്കെ ഗൈസ്. ഗൈസ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കുറച്ച് പണിയാന്നല്ല ഗൈസ്, ഇത് ഇങ്ങനെ തോണ്ടി പോല് ഗൈസ്. ഇതെന്താണ് സാധനം? ന്യൂ മെറ്റീരിയൽ ഫൗണ്ടോ ഗൈസ്. ഇവിടെ ഉണ്ടടാ സാധനം. നോക്കട്ടെ ഗൈസ്, സ്റ്റോൺ ഗൈസ്. ഓക്കെ ഗൈസ്, റൗണ്ടിൽ ചുറ്റാല്ലേ ഗൈസ്. നമുക്ക് റൗണ്ടിൽ അങ്ങോട്ട് ഇതാക്കാം. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ആ സാധനം ഉണ്ട് ഗൈസ്. സ്റ്റോണാന്ന് തോന്നുന്നു ഗൈസ്. അതൊക്കെ നോക്കട്ടെ ഗൈസ്. ഏകദേശം ഒരു റൗണ്ടിൻ്റെ രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാ ഇൻവെൻട്രി ഫുള്ളോ? അയ്യോ, ഇൻവെൻട്രി ഇവിടെ ഫുള്ളായോ ഗൈസ്. എടാ അത് മാത്രമല്ല, എൻ്റെ ബാറ്ററിനെ കുഴിക്കുന്നതനുസരിച്ചില്ലേ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് ബാറ്ററി ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആക്കാൻ $1 വേണം ഗൈസ്. അതിന് എൻ്റെ $1 ഇല്ലല്ലോ. ഇവിടെ പോയിട്ട് ഗൈസ്, ഇവിടെ നമുക്ക് കിട്ടണ സാധനം കൊണ്ട് വിൽക്കാനാടാ. അപ്പം നമുക്ക് 3 സ്റ്റോൺ കിട്ടിയായിരുന്നു. ആ 3 സ്റ്റോൺ ഇവിടെ വെച്ചാൽ $3 കിട്ടും ഗൈസ്. സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് ഞാനില്ലേ എൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആക്കട്ടെടാ. ബാറ്ററി $1 കൊടുത്താൽ ഫുൾ ചാർജ് ആയി ഗൈസ്. ഓക്കെ ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനം ഇല്ലേ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാനാടാ പണി. അപ്പം ഗൈസ് കണ്ട, ഞാൻ ഒരു കുഴി കുടിക്കുന്നോറും അവിടെ ഗൈസ് അവിടെ നിന്ന് ഒരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു മിനിറ്റ്, നമുക്ക് നൈസിൽ ഇതിങ്ങനെ ആക്കും ബാലു. ഇങ്ങനെ ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഗൈസ് ഇവിടെയൊക്കെ സ്റ്റോൺ ഉണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ ഇൻവെൻട്രി ഫുള്ളാവടാ വേഗം. ഓക്കെ, ഞാൻ 1 സ്റ്റോൺ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 2 സ്റ്റോൺ എടുത്ത് ഗൈസ്. ഓക്കെ, ഇൻവെൻട്രി എനിക്ക് 3 മാക്സിമം ആക്കാൻ കഴിയും തോന്നുന്നു ഗൈസ്. ഇൻവെൻട്രി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല അവിടുന്ന്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇൻവെൻട്രി ഫുള്ളായടാ ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ കുഴിച്ചിട്ട് തന്നെ പോവാം ഗൈസ്. എനിക്കൊന്ന് ബാറ്ററി മാക്സിമം തീർത്തിട്ട് പോവാം. അതാകുമ്പില്ലേ നമുക്കില്ലേ മുതലാണ്. ഓർ ഡിസ്ട്രോയിഡ്
ഗൈസ് അതെന്താടാ എടീക്ക് എനിക്ക് തോന്നില്ലേ ഇത് ഇതായതുകൊണ്ടായിരിക്കും ഗൈസ്. ഇൻവെൻട്രി ഫുള്ളായതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയത്. ഓക്കെ, ഞാനത് വിറ്റിട്ടുണ്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ബാറ്ററി ലെവൽ ഫുൾ തീരുന്നത് വരെ നമുക്ക് കുഴിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ. ഓ ബാറ്ററി ലോ ഗൈസ്, കുറച്ചും കൂടി പോവാ ബാറ്ററി. അയ്യോ അവിടെയൊന്നും കുഴിക്കണ്ട, നമുക്കൊരു സർക്കിളായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കേടാ, ബാറ്ററി അത്യാവശ്യം തീരാനായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഫുള്ളാക്കിയാൽ ഫുള്ളാവോ നോക്കാം ഗൈസ്, അല്ലെങ്കിൽ നമ്മ മറ്റേച്ചാല്. അയ്യോ എടാ ഇപ്പം 2 രൂപയായോ? എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ 1 രൂപ ഇരച്ചില്ലടാ അങ്ങനെ ആക്കിയത് ഗൈസ്. അത് നഷ്ടം തന്നെയാണ്. എനിക്ക് വന്നതില്ല, ഫുള്ളാവാൻ വേണ്ടിയിട്ട് നേരെ 10 രൂപയായിരിക്കും. ഓക്കെ ഗൈസ്, കുറച്ചും കൂടി കുടിക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ ബാറ്ററി ലെവൽ എടാ അയ്യോ നമ്മൾ തുള്ളിയതാണ് ഏകദേശം ഇല്ലേ ഗൈസ്. ഇത്രയോളം നമ്മൾ കുഴിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കില്ല ആ പൈസൻ്റെ താഴെ അതെന്താ അങ്ങനെ ഒരു ഉണ്ട് ഗൈസ്. ഇവിടെ എത്തുമ്പോൾ 0 മീറ്റർ, ഇവിടെ എത്തുമ്പോൾ 1 മീറ്റർ ഗൈസ്. അതെന്താ അങ്ങനെ? ബാറ്ററി ലോ ആടാ. അതിനു മുമ്പേ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നൈസിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെ പോയിട്ട് ഓക്കെ ഫുൾ ചാർജ് ആക്കേ. പിന്നെ ഉള്ളത് ഇവിടെ ഷവ്വൽ. ഓക്കെ അപ്ഗ്രേഡ്. ഓക്കെ ഷവ്വലുണ്ട് ഗൈസ്. ഷവ്വലാക്കണമെങ്കിൽ ഈ 13 സെൻറ്റിമീറ്റർ കുഴിക്കുന്നത് 20 സെൻറ്റിമീറ്റർ ആവും ഗൈസ് റേഡിയസ്. പിന്നെ ഇൻവെൻട്രി ഉണ്ട്. ഓക്കെ ഈ 3 ഉള്ളത് 6 ആവും. പിന്നെ ബാറ്ററി ഉണ്ട് ഗൈസ്, 100% ചാർജ് ഉള്ളത് 200% ആവും ഗൈസ്. പിന്നെ ജെറ്റ് പാക്കോ, അതെന്തിനാ? അൺലോക്ക് ജെറ്റ് പാക്ക് യൂസിങ് ദ കൺസ്യൂംസ് എനർജി ഗൈസ്. അതിന് 6 രൂപ ഗൈസ്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കണം ഗൈസ്. കുറച്ചും കൂടി താഴത്തേക്ക് കുഴിക്കാം. ഓക്കെ കുഴിക്ക് ഗൈസ്. എടാ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ കിട്ടി ഗൈസ്. എടാ എന്തോ ഒരു കറുത്ത സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പുതിയൊരു മെറ്റീരിയലും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടല്ലോ അത്. അല്ല ഞാൻ വിളിച്ച അതാണ് ഗൈസ്. കറുത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കണം. ഓക്കെ ഗൈസ്, ഇനി ഇവിടുന്ന് അയ്യോ ബാറ്ററി ലോ ഗൈസ്. ഇപ്പോഴേ നമുക്ക് സെറ്റാക്കാം, ഇല്ലെങ്കിലില്ല മറ്റു ചാലാണെങ്കിൽ നഷ്ടാടാ. നമുക്കില്ലേ നൈസിൽ. കോള് ഗൈസ്. കോളിന് 2 രൂപടാ ഗൈസ്. കോള് ഗൈസ്, കോളിന് 2 രൂപയാ. അത് വെർത്താണ് ഗൈസ്, അത് വെർത്താ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി 6 രൂപയുണ്ട് ഗൈസ്. നമുക്കില്ലേ ഇതങ്ങോട്ട് അൺലോക്ക് ചെയ്താലോ? ഇതെന്താണെന്ന്, കാരണം ബാറ്ററി നമുക്ക് തിരിഞ്ഞു. ഈ ജെറ്റ് പാക്ക് എന്തിനാണ് ഗൈസ്? കുറച്ചും കൂടി പൈസ ആയിട്ട് വരാം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ഏത് അതന്നെ. ഓക്കെ ഗൈസ് കമ്മോ ഗൈസ്. ഇനി ഇത് കുഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്വർണം കിട്ടിയാലോ ഗൈസ്? സ്വർണം കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് റിച്ച് ആവാം ഗൈസ്. ഇനി ആ സ്വർണം എത്ര ഉണ്ടാവുമല്ലേ ഗൈസ്? അല്ലെങ്കിലില്ലേ അവർക്ക് തന്നെ കുഴിച്ച് നോക്കിയാൽ പോരെ ഗൈസ്? ഈ വീട് വിൽക്കുന്നവർക്ക് തന്നെ അത് കുഴിച്ച് നോക്കിയാൽ പോരെ അല്ലേ? ഈ വിൽക്കുന്നവർക്ക് തന്നെ കുറച്ച് പൈസ കൂട്ടിയാൽ ഈ തോട്ടയാക്കുന്ന മറ്റേ മെഷീനില്ലേ ഗൈസ്, നമ്മളെ ഇച്ചാറ്റിയൊക്കെ പോലത്തെ, അതുകൊണ്ട് അവർക്ക് കുഴിച്ചാൽ പോരെ? ഇത് നമ്മളെ കൊണ്ട് കുഴിപ്പിച്ചിട്ട് ലാസ്റ്റ് അവർ കട്ടുകൊണ്ടോ എല്ലാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ പണി കിട്ടും ഗൈസ്. നമ്മളെല്ലാം കുഴിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് നിരിപ്പെട്ടി കിട്ടുമ്പോഴേക്കും നമ്മളെ തർക്കടിച്ചിട്ട് അവർ നമ്മളെ വായിക്കിയിട്ട് നമ്മളെ സാധനം കണ്ട് അവർ പോവോ ഗൈസ്. അയ്യോ ബാറ്ററിയിലോ ഓക്കെ ഗൈസ്. അല്ലടോ ഞാൻ പറയണേ, നമ്മളെ ആഴം കൂടുന്നവർ നമ്മളിപ്പോൾ മീത്തോട്ടൊക്കെ എങ്ങനെയാണ് കയറുക? അതൊരു പണിയല്ലേ ഗൈസ് അല്ലേ? നമ്മളിപ്പം കുഴിക്കുന്നവരും ആഴം കൂടിയല്ലേ ഇന്ന്. അപ്പോൾ കയറാട്ടം വാങ്ങേണ്ടി വരുമായിരിക്കും ഗൈസ്. കയറുണ്ടോക്കട്ടെ ആദ്യം. ഇവിടെ അല്ല, കയറുണ്ടോക്കട്ടെ ഗൈസ്. കയറില്ലടാ, പക്ഷേ ഒരു മിനിറ്റ് കിട്ടിയ സാധനം ഇവിടെ വെക്ക്. ഒന്നും കിട്ടിയില്ലടാ ഇത്തിരി നേരമായിട്ട്. അയ്യോ പണി കിട്ടി ഗൈസ്. ഒന്നൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കയറില്ലാതെ നമ്മളിപ്പോൾ എങ്ങനെയാണ് മീത്തോട്ട് കയറാൻ നോക്കാം. എല്ലാം അതിനായൊരു സമയമുണ്ട് ദാസാ, ടെൻഷനാക്കല്ല. ഓക്കെ കുഴി എന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി ഗൈസ്. ഒരു കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ വേറെന്താ കിട്ടാൻ നോക്കാം ഗൈസ്. ഗൈസ് ബാറ്ററി ലോ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ എടാ നമുക്ക് ഇപ്പം കിട്ടണുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ കുഴിയിൽ ഇറങ്ങിയാണ്ടാ 1 മീറ്റർ -1. ഇപ്പല്ലേ 2 കാണിച്ചിട്ടുണ്ട്. ഗൈസ് കണ്ടാ ഗൈസ്. ഇവിടെ ഇപ്പം -3 മീറ്റർ ഓക്കെ നമുക്ക് പറയാം. 3 മീറ്ററോളം നമ്മളിപ്പോൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അയ്യോ നമുക്ക് ഒരു കോള് കിട്ടിയില്ലായിരുന്നാ, അതുകൊണ്ടേ വിൽക്കാം ഗൈസ്. 7 രൂപയുണ്ട് ഗൈസ്. അതിന് 1 രൂപയ്ക്ക് ചാർജ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ജെറ്റ് പാക്ക് ഇനി കയറിന് പകരമായിരിക്കുമോ? അത് ഇട്ടാൽ നമുക്ക് പറക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാക്കാൻ
എന്ത് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഗൈസ്. ഞാൻ ചെക്ക് പാക്ക് നൈസിൽ വാങ്ങി നോക്കട്ടെ. ഓ ജെറ്റ് പാക്ക് വാങ്ങി. ആ ഇതൊക്കെ ഓക്കെ സ്പേസ് നോക്കിയാൽ നമുക്ക് ജെറ്റ് പാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ജെറ്റ് പാക്കിൻ്റെ ഓക്കെ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റിൻ്റെ ആണ് ഗൈസ്. അപ്പോൾ ഇനി ഇത്ര അത്യാവശ്യം ഉണ്ടാവും. 200 ഇപ്പോൾ 20 ഉള്ളു. അപ്പം അടുത്ത അപ്ഗ്രേഡിൽ 20 നിന്ന് 50 ജെറ്റ് പാക്ക് സ്ട്രെങ്ത്ത്. ഓക്കെ സ്ട്രെങ്ത്ത് കൂടുതലാ. അതെന്താ പറക്കാത്ത? ആ പറക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പേ ഞാൻ കുഴിച്ച് ഒരു ഭാഗത്തേക്ക് നീങ്ങട്ടെ ആദ്യം. ഗൈസ് ഇതെന്താടാ കോളല്ലേ ഗൈസ്? ഇത് കോളല്ലേ? ആ ഗൈസ് ഒരു കോള് കിട്ടിയിട്ടുണ്ട്. കോള് വേഗം തിരിയുന്നില്ല ഗൈസ്. സ്റ്റോണ് കണക്കല്ല, ഫുൾ കറുത്തത് കൊണ്ട് മണ്ണിൻ്റെ അതേ ഒരു ശീലയിലാണ് നിൽക്കുന്നു സാധനം. അപ്പോൾ പെട്ടെന്ന് കാണുന്നില്ല ഗൈസ്. ഇവിടെ ഇതുപോലെ നിൽക്കണം. ഇവിടെ ഇട്ടായത് കൊണ്ട് അവിടെ കോൾ ഉണ്ടോ എന്നില്ലതോ തിരിയുന്നില്ല ഗൈസ്. കോൾ എടുക്കടാ. ഓക്കെ കോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. കാരണം അറിയാലോ പൈസ വേണ്ടേ നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാൻ. ഇതെന്താടാ സാധനം? ഓ ഇൻവെൻട്രി ഫുള്ളായടാ ഗൈസ്. കാണിച്ചു തരാവേ, ഞാൻ പറക്കുന്നത് കാണിച്ചു തരാവേ. എങ്ങോട്ടാണ് കണ്ടാ ഗൈസ്? ഇതാണ് ഇതിൻ്റെ മെയിൻ ഗൈസ്. ഓക്കെ ഇൻവെൻട്രി പോയിട്ട് അല്ല ആദ്യം ആ സാധനം വിൽക്ക്. ഓക്കെ 5 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു സ്റ്റോണും 2 കോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാറ്ററി ഇനിയും പോകുമായിരിക്കും. അല്ലെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്താലോ ഗൈസ്? റീചാർജ് ചെയ്തിട്ടാണ് വരാം ഗൈസ്. പിന്നെ വെറുതെ അതിന് വീണ്ടും വരണ്ട. ഓക്കെ 1 രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കമോൺ പൊക്കോ. അയ്യോ അങ്ങോട്ടല്ല. ഏടെയാടെ പോകുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ നിൽക്കാത്ത? എനിക്ക് തോന്നുന്നത് കുഴി കുറച്ചും കൂടി വലുതാക്കേണ്ടി വരുമായിരിക്കും ഗൈസ്. നമുക്ക് കുറച്ചും കൂടി കുഴി വലുതാക്കി നോക്കാം. എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു. കാരണം ഒരു നിൽക്കാനൊരു സ്ഥലമില്ലാത്തത് പോലെ. ഇതെന്താടാ? ഓക്കെ ഗൈസ് ഇവിടെ ഇങ്ങോട്ടൊക്കെ കോളുണ്ടാവൂടാ ഗൈസ്. ഇങ്ങോട്ടൊക്കെ കോളുണ്ടാകാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. കണ്ട ഇങ്ങോട്ട് നല്ല നമുക്ക് സാധനം അതാ ഗൈസ്. ഇവിടെയും കോളുണ്ടടാ. ഇവിടെ സ്റ്റോൺ ഉണ്ടടാ. ഇവിടൊക്കെ സ്റ്റോൺ ഉണ്ട് ഗൈസ്. ഇൻവെൻട്രി ഫുള്ളായി. ഞാൻ കൊണ്ടുപോയിട്ട് ഇത് വിൽക്കട്ടെ. കണ്ട ഗൈസ് ഇങ്ങനത്തെ നമുക്ക് സ്റ്റോണ് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് വന്നത് ഇങ്ങോട്ടെല്ലാം ഉണ്ടാവുമായിരിക്കും ഗൈസ്. എനിക്ക് കുഴിക്കുന്നത് കുറച്ച് ആഴം കൂട്ടിയിട്ട് കുഴിക്കുക ഗൈസ്. ഇങ്ങനെ കുഴിക്കാം. ഓക്കെ ലോ ബാറ്ററി ഗൈസ്. ഇവിടെ കോളുണ്ടാ. ഈ കോളും കൊണ്ട് കൊണ്ടുപോയിട്ട് തന്നെ നമുക്ക് പോവാം ഗൈസ്. ഇനി 2 രൂപ കൊടുക്കാനല്ല ഗൈസ്. ഒരു സാറിനുള്ള ഒരു കോള് കൊടുത്താൽ നമുക്ക് 2 രൂപ കിട്ടും. ആ 2 രൂപക്ക് റീചാർജ് ചെയ്താൽ പോരെ ഗൈസ്. കുറച്ച് ദൂരം ചെയ്യണേ. ഓക്കെ ഗൈസ്. ബാറ്ററി നല്ലോണം ലോ ആയിട്ടുണ്ട് ഗൈസ്. ഓവർ ചെയ്യാൻ നിൽക്കണ്ട. ബാറ്ററി ഡൗൺ ആയാൽ ചിലപ്പോൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആവും. ഓക്കെ ബാറ്ററി റീചാർജ് ചെയ്തേക്ക്. ഓക്കെ ഗൈസ് ബാറ്ററി റീചാർജ് ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ കയ്യിൽ 9 രൂപ ഉണ്ടടാ. ഓക്കെ ഗൈസ് ഇവിടെ റീചാർജ് അല്ല കുഴി ആക്കിയത് എവിടെയാണെന്ന് പെട്ടെന്ന് തിരിയില്ല ഗൈസ്. ഒരു കോള് കിട്ടിയിട്ടുണ്ട് ആ ടൈം. ഗൈസ് പുതിയൊരു സാധനം കിട്ടിയിടാ ഗൈസ്. പുതിയൊരു മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് നമുക്ക് നോക്കണം ഗൈസ്. അതിനു മുമ്പേ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ പോവാം ഗൈസ്. ഇവിടെ കണ്ട ഇവിടെ കുറച്ച് കുഴിക്കാനുണ്ട്. ഞാൻ വട്ടത്തിൽ കുഴിച്ചുകൊണ്ടേ ഈ സെൻറ്റർ ഭാഗം ഒന്ന് സെറ്റാക്കാനുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ് പുതിയ ഗൈസ് ജെറ്റ് പാക്ക് ഉപയോഗിക്കുന്നതല്ല തന്നെ ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പെടും. പുതിയ സാധനം ഉണ്ടാ ഗൈസ്. അയൺ കിട്ടി. അയണിന് 5 രൂപ ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ് ഇത് പക്ക ലാഭ പരിപാടിയാടാ ഗൈസ്. നിധി കിട്ടില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നിധിയിൽ നിന്ന് എത്ര കിട്ടാന്ന് കണ്ടോ ഗൈസ്. ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഐ ആം എ റിച്ച് മാൻ ആവും ഗൈസ്. റിച്ച് മാൻ, പാവപ്പെട്ടയിൽ നിന്നും റിച്ച് മാൻ. ഓക്കെ ഗൈസ് ഇതെന്താടാ സാധനം? കോള് ഗൈസ്. കോള് ഓക്കെ ഗൈസ്. ആഴം കൂടുന്നവരില്ലേ ഗൈസ് ഇരുട്ടാവുകയാണല്ലോ. അപ്പം ഇല്ലേ ലാമ്പ് വാങ്ങേണ്ടി വരുമായിരിക്കും ഗൈസ്. ഓക്കെ നമുക്കില്ലേ ഒരു ലാമ്പ് വാങ്ങിയിട്ട് വെക്കാം കൈമേ. അത്യാവശ്യം ഇരുട്ടാവണം ഗൈസ്. ഒന്നും കാണാത്ത രീതിയിലാവണം. എന്നാലല്ലേ നമുക്ക് ഒരു ഇതാക്കാം. ഏത് ബാറ്ററി ലോ ആവല്ലേ ഗൈസ്. ഇവിടെ കോളുണ്ടാ. ഓക്കെ ഇങ്ങനത്തെ കോളുണ്ടാവും ഗൈസ്. ഈ മതിൽമേ ഇങ്ങനത്തെ കാരണം നമ്മൾ ഒരു റൗണ്ട് ആയിട്ടായാലും കുത്തുന്നില്ലോ. ഫുള്ള് തോണ്ടുന്നില്ലല്ലോ. ഓക്കെ ബാറ്ററി ഫുൾ ഡൗൺ ആയില്ല. കേറാ. ഓക്കെ ഗൈസ് 4 രൂപ ഇട്ടിട്ടുണ്ട്. അതിന് ബാറ്ററി ഫുൾ ചാർജ് ആക്കാം. ഓക്കെ ബാക്കി എൻ്റെ 16 രൂപ ഉണ്ടാവും ഗൈസ്. 16 രൂപ ഉണ്ട് എൻ്റെ
ഓക്കെ ഗൈസ് എത്ര മീറ്റർ കുഴിച്ചിടാ? എടാ ഇപ്പോൾ 2 മീറ്റർ കുഴിച്ചിട്ട് എത്രയാ? അത് പോരല്ലടാ. എടാ പോരാ ഗൈസ്. എടാ ഞാൻ കുഴിക്കുന്നില്ലേ നേരെ? എടാ ഞാൻ നേരെ കുഴിക്കണില്ല എന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ, ഞാൻ ഇനി കുത്തനെ മാത്രമേ കുഴിക്കുന്നില്ല, സൈഡോട്ട് ഞാൻ ഇപ്പോൾ അധികം കുഴിക്കുന്നില്ല. ഓക്കെ 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 എന്നിട്ട് നോക്കാം ഗൈസ്. എടാ ഇത്രയും നേരമായിട്ട് 2 മീറ്റർ മാത്രമേ കുഴിച്ചിട്ടുള്ളൂ നമ്മൾ. അതെന്താ അങ്ങനെ? നേരത്തെ 2 മീറ്റർ കാണിച്ചായിരുന്നു. ഓക്കെ നോക്കട്ടെ ഗൈസ്, കുറച്ച് കുഴിച്ചിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ബാറ്ററിയിലെ അയ്യോ യു ആർ റൺ ഔട്ട് ഓഫ് എനർജി, യു ലോസ്റ്റ്. എൻ്റെ പൊന്ന് ഗൈസ്, എടാ അതെന്താടാ ആയത് ഗൈസ്? അവിടെ എന്തോ പറഞ്ഞാർന്ന് ബാറ്ററി, ഞാൻ അതിന് അത്രയും തീരാൻ വെച്ചിട്ടില്ല ഗൈസ്. യു ആർ ലോസ്റ്റോ? ഓ ഗൈസ്, എടാ ഇതിപ്പോൾ തിരിഞ്ഞ് നമ്മുടെ ബാറ്ററി ഫുള്ള് തീർന്നല്ലേ ഗൈസ്. സംഭവിക്കാൻ എന്താ വെച്ചാൽ നമ്മളെ ഇൻവെൻട്രിയിൽ ഉണ്ടായ സാധനം മുഴുവൻ പോകും, ഫുൾ വാനിഷ് ആയി പോകും ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, എന്തോ ഭാഗ്യത്തിന് എൻ്റെയും ഒറ്റൊരു കോളേ ഉണ്ടായിട്ടു. അതുകൊണ്ട് ആ 2 രൂപ നഷ്ടമായാലും ബാക്കി പൈസ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച് മൊത്തം ഇൻവെൻട്രി മൊത്തം പോകുന്നു ഗൈസ്, തീരട്ടെ അതിനാടുന്ന്. ഓക്കെ ഗൈസ്, ലാസ്റ്റ് എനിക്ക് ഇവിടുന്ന് ഒരു കോള് കിട്ടിയായിരുന്നു. ആ കോള് കിട്ടിയ അവിടെ ബാറ്ററി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി. അപ്പം അന്ന് ഈ സാധനം ഇങ്ങനെ ആയത്. അപ്പം അങ്ങനത്തെ ഒരു ഡേഞ്ചർ ഉണ്ട് ഗൈസ്. അപ്പം അയൺ ഗൈസ്, ഞാൻ വിചാരിച്ച് പുതിയ എന്തോ ഒരു മെറ്റീരിയൽ കിട്ടിയതാണ്. ഓക്കെ എടാ എന്നിട്ട് ഈ 2 മീറ്റർ താവണില്ലല്ലോടാ ഗൈസ്. നമ്മൾ കുഴിച്ച് പോകുന്നുണ്ട്, എന്നിട്ട് ഈ സാധനം മാറണില്ലല്ലോ. ഓക്കെ ഗൈസ്, ഫൈനലി 3 മീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ബാറ്ററി. ബാറ്ററി ഗൈസ്, ഇനി ബാറ്ററീൻ്റെ സ്റ്റോറേജ് കുറച്ച് കൂട്ടാം ഗൈസ്. കാരണം ബാറ്ററി വേഗം തീരാടാ ഗൈസ്. വേഗം എന്ന് വെച്ചാൽ വേഗം തീരുന്നു ഗൈസ്. ഓക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് പോവാം ഗൈസ്, ഒരു റൗണ്ട് ആകൃതിയിലില്ലേ. ഇത്രയും നേരമായിട്ട് നമുക്ക് വേറൊന്നും കിട്ടിയിട്ടാ ഗൈസ്. കിട്ടിയിട്ടാന്ന് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. അയൺ കിട്ടി. അയൺ 5 രൂപക്കല്ലേ ഗൈസ്. അതെന്താടാ നമുക്ക് അതെന്തുകൊണ്ടാടാ ഗൈസ്? അതെന്താടാ അങ്ങനെ? എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഈ ഹെൽത്ത് ഫുള്ളാക്കണാ ഗൈസ്? ഇനി ഹെൽത്ത് ഫുള്ളാക്കാത്തോണ്ടായിരിക്കോ ഗൈസ്? നോക്കട്ടെ, എനിക്കൊന്ന് ഹെൽത്ത് ഫുള്ളാക്കി. ഞാൻ ഹെൽത്തിൻ്റെ ചിന്തിക്കുന്നില്ല ഗൈസ്. ഹെൽത്ത് ഫുള്ളാക്കാത്തോണ്ടായിരിക്കും ഗൈസ്. ഈ ഹെൽത്ത് കുറയുന്നോണ്ടായിരിക്കും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഔട്ട് ആകുന്നത്. അല്ലാണ്ട് വേറെ വഴിയില്ല, വേറെ വഴിയൊന്നും കാണുന്നില്ല ഗൈസ്. ഓക്കെ എൻ്റെ ഇപ്പം 4 രൂപയേ ഉള്ളൂടാ ഗൈസ്. ഡിഗ്ഗിങ് ചെയ്തിട്ടൊന്നും എവിടെയും എത്തുന്നില്ല. ഇപ്പം സാധനം ഭയങ്കര കുറവാണ് കിട്ടുന്നത്. ഓക്കെ അറൗണ്ട് 3 മീറ്ററോളം നമ്മൾ കുഴിക്കാൻ തുടങ്ങി. 3.5 മീറ്ററോളമായി കുഴിച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടേ ഗൈസ്. അപ്പം എത്ര കുഴിക്കാനുണ്ടാവുമോ ഇല്ലയോ അറിയില്ല ഗൈസ്. ഒന്നാമത് നിധിയാണ്, ചിലപ്പോൾ 50 ഉണ്ടാവും, അല്ലെങ്കിൽ 25 ഉണ്ടാവും. അയൺ കിട്ടി ഗൈസ്, അയൺ കിട്ടി. ഭാഗ്യം. ഓക്കെ കമോൺ. എനിക്ക് വന്നത് മിക്കവാറും ഇതെന്താണ് സാധനം? ഞാൻ വിചാരിച്ച് വേറെന്തോ വസ്തുവാണ്. നോക്കട്ടെ ഗൈസ്, വീണ്ടും ഒരു പുതിയ സാധനം. പുതിയതല്ല, ഞാൻ ബാറ്ററി ലോ ആയി. ഞാൻ വിചാരിച്ച് പുതിയ എന്തോ സ്ഥലങ്ങളെ കണ്ടിട്ടേ പുതിയ ഏതോ സാധനമാണ് ഗൈസ്. ഞാൻ ഇങ്ങനെയാണെന്നാണ് കുഴിച്ച് പോകുന്നത്. കണ്ട ഇത്ര മാത്രം ഞാൻ നല്ലോണം കുഴിച്ച്. ഇനി അവിടെ നിന്നിട്ട് ബാക്കി കുഴിക്കാം. ഓക്കെ ഇനി ഇവിടെ വെക്ക്. എന്നിട്ട് 3.5 മീറ്റർ അല്ല 3 മീറ്റർ എത്ര ഗൈസ്? ബാറ്ററി ക്രിട്ടിക്കൽ. യു റാൻ ഔട്ട് ഓഫ് എനർജി ഗൈസ്. അതെന്താണ് സംഭവം? എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. എനിക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ. 4 ഗൈസ്, ഇതിപ്പോൾ പണി കിട്ടിയ അവസ്ഥയല്ലോ ഗൈസ്. ഒരു മിനിറ്റ് ഞാനേ ഇതിട്ട് എൻ്റെ പൊന്ന് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് വല്ലതും അൺലോക്ക് ചെയ്യണ ഗൈസ്. അതെന്താടാ? ഇപ്പം പണി കിട്ടിയല്ല ഗൈസ്. അതെന്താണ് ഇപ്പം ചെയ്യുക? വാർണിംഗ്, യു ഹാവ് സേവ് ദ ഗെയിം ഫോർ 30 മിനിറ്റത്തേക്ക്. അയ്യോ ഗൈസ്, ഗെയിം സേവ് ആക്കി ഗെയ്സ്. ഓക്കെ ഗെയിം സേവ് ആക്കിയിട്ടുണ്ട്. ഇനി പോവാമല്ലോ. ഓക്കെ ഗൈസ്, 30 മിനിറ്റത്തേക്ക് 1/2 മണിക്കൂറായി ഞാൻ കണ്ടിന്യൂ ആയിട്ട് കളിക്കണേ. അപ്പോൾ ആ 1/2 മണിക്കൂറത്തെ ഗെയിം സേവ് ആക്കണ്ടേ? ഓക്കെ ഗൈസ് നോക്കട്ടെ. പിന്നെ എന്നാലും എന്താണ് എനിക്ക് ഗൈസ്, അതെന്താടാ അങ്ങനെ എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവാൻ കാരണം എന്താടാ? അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടങ്ങിന്ന് പോകാൻ കഴിയില്ല. കാരണം കണ്ട, പക്ഷെ ഇപ്പം ഒന്നും ആവുന്നില്ല ഗൈസ്. പക്ഷെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാലാണ് അവിടെ പണി വരുന്നത്. ഗൈസ് ഇപ്പല്ല തിരിഞ്ഞ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇപ്പം തിരിഞ്ഞ്. നമ്മളെ പറഞ്ഞേരാ ഗൈസ്, ബാറ്ററി പകുതി ആകുമ്പോൾ കൊണ്ടുപോയി ചാർജ് ചെയ്തോ. കാരണം വേറൊന്നല്ല ഗൈസ്,
നമ്മളെ ഈ സാധനം ഇല്ലേ ഏത് ജെറ്റ് പാക്ക് പവർ എടുക്കുന്നത് നമ്മളെ ബാറ്ററിന്നാണ്. അപ്പൊ ഇല്ലേ നമ്മൾ ഈ കുഴിക്കുന്നത് നോക്കണം ഗൈസ്, കണ്ട പവർ എടുക്കുന്നത് ബാറ്ററിന്ന്, അത് കണ്ട ഗൈസ്. അപ്പൊ നമ്മൾ ഈ പകുതിന്ന് ഈ ബാറ്ററി കഴിയാനായെന്ന് പറക്കുന്ന സമയത്തില്ലേ അത്യാവശ്യം പവർ എടുക്കുന്നുണ്ട്. ഇപ്പല്ലേ തിരിഞ്ഞ ഗൈസ്. അപ്പം ബാറ്ററി ചാർജ് ആക്കിയിട്ടില്ലേ ഗൈസ്, ഞാനില്ലേ ഇനി നേരെ കുഴിച്ചോക്കട്ടെ ഗൈസ്. എടി ഇപ്പല്ലേ എനിക്ക് തിരിഞ്ഞ കഥ. എടി ഇത്രയും നേരം ഞാൻ അപ്പം അതെന്താടാ ഗൈസ്? എടി ഇതെന്താടാ സാധനം ഗൈസ്? ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. എടി ഇതെന്താടാ പുതിയൊരു സാധനം വന്നിട്ട്? ഒരു മിനിറ്റ് ഗൈസ്. ഇവിടെ ഇവിടെ ഗൈസ്, ഇവിടെ എന്തോ ഉണ്ട്. പോയി ഇവിടെ ഗൈസ്. ഇവിടെ വട്ടത്ത് കുഴിക്ക് ഗൈസ്. ഇവിടെ പുതിയത് എന്തോ ഉണ്ട് എന്നാണ് ഇവൻ പറയണേ ഗൈസ്. ഇങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഗൈസ്, ഇങ്ങോട്ട്. കുയിക്ക്. എടാ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്, അല്ലേ? എടാ പറ്റിക്കോ ഈ മെഷീന്. എടാ ഒന്നും കാണുന്നില്ല ഗൈസ്. എടാ എൻ്റെ ബാറ്ററീൻ്റെ ലെവൽ കുറയുന്നല്ലാതെ സാധനം ഒന്നും കാണുന്നില്ല ഗൈസ്. കണ്ട ഇവിടെ കുഴിക്കാനാ പറഞ്ഞേക്കണേ. ബാറ്ററി ലോ ആയടാ. എടാ എൻ്റെ പൊന്ന് ഗൈസ്, അങ്ങോട്ട് എന്തോ സാധനം ഉണ്ട് പറഞ്ഞിട്ട് പറ്റിക്കോ മനുഷ്യനെ ഗൈസ്. അയൺ കിട്ടിയിട്ടുണ്ട് 5 രൂപയ്ക്ക്. ഞാൻ സൈസിൽ ബാറ്ററി ഫുള്ളാക്കട്ടെ. ഓക്കെ 2 രൂപ കൊടുത്തിട്ട് ബാറ്ററി ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പം ബാറ്ററി ഫുള്ള് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 രൂപേൻ്റെ അടുത്തായി പോയിരിക്കും ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ നമുക്ക് മാക്സിമം നോക്കി നോക്കാം. എവിടെയാണെന്നാ കുഴിച്ചത്? എടാ എവിടെയാണെന്നാ ഞാൻ കുഴിച്ച് പോയായിരുന്നേ. ഇവിടെ ഒരു കോളുണ്ടടാ. ഓക്കെ ഇവിടെ ഒരു കോളുണ്ട് ഗൈസ്. ഇവിടെയാന്നല്ല കുഴിച്ചിട്ട് ഗൈസ്. ഓക്കെ ഇവിടെയാന്നടാ മോയെ, നോക്കട്ടെ. ഗൈസ് എടാ അവിടെ എന്തോ ഉണ്ട് ഗൈസ്. കണ്ട ടേക്ക് മണി ഗൈസ്. നമുക്ക് 30 രൂപ കിട്ടിയടാ ഗൈസ്. എടാ ഇത് നല്ലൊരു ഉപകാരടാ, സത്യം പറയാലോ മുത്തുകളെ. എൻ്റെ പൊന്ന് ഗൈസ്. എടാ ഇങ്ങനെ നമുക്ക് പണമൊക്കെ കിട്ടും ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്. എടാ ഇങ്ങനെല്ലാം ഉണ്ടല്ലേ. ഓക്കെ കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ അയൺ കുറച്ച് കൂടുതൽ കിട്ടിയെങ്കിൽ. ഓക്കെ ബാറ്ററി ലോ ആയി ഗൈസ്. നമുക്കില്ലേ 30 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ടൈമില്ലേ നമുക്കില്ലേ കുറച്ച് പണിയുണ്ട്. ഒന്ന് ഹീലായി, പിന്നെ ചാർജ് ചെയ്യും. ഇപ്പം എത്രയുള്ള 21 റുപ്യ ഉണ്ടല്ലോ ഗൈസ്. 6 റുപ്യക്ക് ഞാൻ ബാറ്ററിയും കൂടി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ടാ. അതാകുമ്പം നമുക്ക് ലാഭമാണ്. ഒരു മിനിറ്റ് ഗൈസ്. എവിടെയാണ് ഞാൻ കുഴിച്ചോണ്ടിരുന്നത്? ഓക്കെ ഇവിടെ അല്ലേ. ഓക്കെ ഗൈസ് കമോൺ. അടുത്തത് നമുക്ക് ഷവ്വൽ ഗൈസ്. ഓക്കെ ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. ഇൻവെൻട്രി ഫുൾ. അവിടെ ഇൻവെൻട്രി ഞാൻ വിറ്റിട്ടില്ല ഗൈസ്. മറന്നുപോയി. എടാ അത് നഷ്ടമായല്ലോ ഗൈസ്. ഇൻവെൻട്രി ഞാൻ വിറ്റിട്ടില്ലായിരുന്നല്ലേ. അവിടുന്ന് 9 രൂപ ഗൈസ്. അപ്പോൾ 24 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇപ്പോൾ സെറ്റാടാ. ഇപ്പോൾ ഗെയിം ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് കുഴിച്ചുകൊണ്ട് പോവാം ഗൈസ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ ഒക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു ഗൈസ്. കാരണം നമുക്കൊന്നും കിട്ടാതെ നേരം ആ മെഷീൻ, ഞാൻ ആദ്യം വിചാരിച്ച് മെഷീൻ പറ്റിച്ചതാണ്. പക്ഷേ എന്ത് പറയാനാ, മെഷീൻ ചതിക്കൂലെന്ന് മനസ്സിലായി. ഓക്കെ ഗൈസ്. പിന്നെ ഒരു പ്രശ്നമുള്ളൂ ഗൈസ്. മൗസിൽ നെക്കി കളിക്കണം ഗൈസ്. അത് കുറച്ച് ഇടങ്ങേറുള്ള പണിയാണ്. ഓക്കെ ഗൈസ്. ഞാൻ 2 വിരലൊക്കെ ഇട്ടിട്ടാണ് ഇതാക്കുന്നത്. 2 വിരലോട് അമർത്തുന്നു. ഓക്കെ ഗൈസ്. ബാറ്ററി ഗൈസ് സത്യം പറയാല, ബാറ്ററി അപ്ഗ്രേഡ് ചെയ്തത് നല്ലൊരു ഓപ്ഷനാണ് ഗൈസ്. കാരണം അത്യാവശ്യം നിൽക്കുന്നുണ്ട് ഗൈസ്. എടാ സ്റ്റോണാണ്. ഞാൻ വിളിച്ച് പുതിയ എന്തോ സാധനമാണെന്ന് ഗൈസ്. സ്റ്റോണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്. 4 മീറ്റർ ഗൈസ്. അവസാനം 4 മീറ്റർ ഗൈസ്. 4 മീറ്റർ ഓക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഗൈസ്. ഇങ്ങോട്ടേക്ക് ഒരു മിനിറ്റ്. ഇവിടെ എന്താ? അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കമോൺ ഇത് വിറ്റിട്ട് തന്നെ പോവാം ഗൈസ്. ഇൻവെൻട്രി ഫുള്ളാടാ ഗൈസ്. അടുത്തത് നമുക്കില്ലേ ഏതറിയാം അപ്ഗ്രേഡ് ആക്കണ്ടേ? അല്ല എടാ ഒരു മിനിറ്റ് ഗൈസ്. 6 ഗൈസ്. 5 റുപ്യക്ക് ഷവലും 6 റുപ്യക്ക് ഇൻവെൻട്രിയും. ഇനി നമുക്ക് 6 സാധനം മാക്സിമം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഷവലിൻ്റെ അയ്യോ ബാറ്ററി ഫുള്ളാക്കിയിട്ടാ ഗൈസ്. ബാറ്ററി ഫുള്ളാക്കി. ബാറ്ററി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 3% ആയടാ ഗൈസ്. 3 രൂപയായി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നവർ പണി കിട്ടുമല്ലോ ഗൈസ്. ഗൈസ് ഇപ്പം നോക്കി കണ്ടോ ഗൈസ്, ഇത്രത്തോളം നമുക്ക് കുഴിക്കാൻ പറ്റുന്നുണ്ട്. എടാ ഇത് നേരത്തെ എൻ്റെ പൊന്ന് ഗൈസ്. ഇത് കണ്ട ഗൈസ്. ഇപ്പം എത്ര പേര് ഇങ്ങനെയാണ് നമുക്ക് കുഴിക്കാൻ പറ്റണം നോക്കിയേ. ഓക്കെ ഗൈസ്. എടാ ഇപ്പം വേമ്പേ സാധനം കിട്ടുന്നുണ്ടാ. ഓക്കെ ഗൈസ്. ഇപ്പം സെറ്റാടാ ഗൈസ്. ഗെയിം ഇൻട്രസ്റ്റ് ആവല്ലേ ഗൈസ്.
എനിക്ക് ആ നിധി കിട്ടണമെന്ന് അത്യാഗ്രഹമല്ല. അത്യാഗ്രഹം ഈസ് എ ഡേഞ്ചറസ്, ഈസ് എ വെരി വെരി ഡേഞ്ചറസ്. കോള് കിട്ടിയിട്ടുണ്ട്, കോള് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ 4 മീറ്റർ കഴിയാറായി, 5 മീറ്ററിലേക്ക് എത്താനായിട്ടുണ്ടാവും ഗൈസ്. കാരണം കുറച്ച് നേരമല്ല നമ്മൾ ഇപ്പം ഗൈസ് കണ്ട സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് 5 മീറ്റർ ആയിട്ടുണ്ട് ഗൈസ് ഫൈനലി 5 മീറ്റർ ആയിട്ടുണ്ട് ഗൈസ്. അത് മാത്രമല്ല ഇൻവെൻട്രി നമ്മൾ 6 മീറ്ററിലേക്ക് മാറ്റിക്കൊണ്ടേ. ഇതെന്താണ് സാധനം? ഓക്കെ ഇൻവെൻട്രി ഫുള്ളായിട്ടുണ്ട് ഗൈസ്, ഇൻവെൻട്രി ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻവെൻട്രി ബാറ്ററി ലോ ആടാ. ഞാൻ വിളിച്ച ഇൻവെൻട്രി പിന്നെ ഇല്ല ഗൈസ്, ഇൻവെൻട്രി ഫുള്ളായില്ല ഗൈസ്. ഇങ്ങനത്തെ അടുത്തല്ല പോയിട്ട് തോണ്ടാൻ നിന്നില്ലേ, അത് പൊട്ടിപ്പോവും ഗൈസ്, അത് നമുക്ക് നഷ്ടാടാ. ഓക്കെ ഓക്കെ ഗൈസ് പറഞ്ഞോ. അയ്യോ ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. ഞാൻ പോയിട്ട് തീർന്ന് ഗൈസ്. ഓക്കെ നമുക്ക് ആദ്യമില്ല ഇത് വിറ്റ് എത്ര പൈസ കിട്ടാം. ഓക്കെ ഗൈസ് കമോൺ. 13 രൂപ ഗൈസ്, 13. അതിൽ നിന്ന് 3 രൂപ ഇതിന് ബാറ്ററിക്ക് ഗൈസ്. ഓക്കെ ഗൈസ് കമോൺ. ബാക്കി നമുക്ക് മെല്ലെ മെല്ലെ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ കമോൺ ഗൈസ്. ഓക്കെ ഗൈസ് ഓൾമോസ്റ്റ് 5 മീറ്റർ ഗൈസ്, 5 മീറ്ററിൻ്റെ അവിടെ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാവല്ലേ. നോക്കാം ഗൈസ്. നെക്സ്റ്റ് ഗോള്. ഇവിടെ ഒരു ഗോൾ ഉണ്ടാ, ഞാൻ കണ്ടില്ല. അവിടെ ഇവിടെയും ഗോൾ ഉണ്ടാ. ഇങ്ങനത്തെ കോൾ ഉണ്ടാവും ഗൈസ്. അത് നേരെ നോക്കി നോക്ക്. ഇല്ല കാണുന്നില്ല. ഇവിടെ എന്തോ ഉണ്ടാ. അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്റ്റോണിൻ്റെ കാലാവധി തീർന്നു തോന്നുന്നു. സ്റ്റോൺ കുറച്ച് ദിവസമായി കിട്ടിയിട്ട്, കുറച്ച് ദിവസം എന്ന് പറയുന്നത് കുറച്ച് ടൈമായി കിട്ടിയിട്ട്. ഇതാ കോള്. ഇൻവെൻട്രി ഫുള്ളോ? ഗൈസ് ഇൻവെൻട്രി ഫുള്ളായോ ഗൈസ്? ഇൻവെൻട്രി എങ്ങനെയാണ് ഫുള്ളായേ? 5-6 സാധനം നമുക്ക് കിട്ടിയോ ഇത്രയും പെട്ടെന്ന്? ഓക്കെ ഗൈസ് 15 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇത്രയും വന്നതല്ലേ. 2 രൂപക്ക്. ഓക്കെ 2 രൂപ എനിക്ക് തോന്നി ഗൈസ്, 2 രൂപയായിരിക്കും. റീചാർജ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോവാം. ഓക്കെ 40 രൂപ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ കൈമേ. ഓക്കെ കമോൺ ഗൈസ്. പവറേജ്. ഓക്കെ ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ടോ ഗൈസ്? കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 3 സാധനം നമുക്ക് കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ് വേറൊരു കോളും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് സ്റ്റോൺ തീർന്നിട്ടാ, കാലാവധി തീർന്നിട്ടാ ഗൈസ്. സ്റ്റോണിൻ്റെ കാലാവധി തീർന്നിട്ടാ. ഓക്കെ അവിടെ കുഴിക്കണ്ട ഗൈസ്, കാരണം അവിടെ ഇതുണ്ട്. ഇവിടെയും ഉണ്ട് ഗൈസ്. അവിടെ ഒന്നും കുഴിക്കണ്ട, കാരണം നമ്മൾ ഇൻവെർട്ടറി ഫുള്ളായല്ലോ. അപ്പോൾ അവിടെ തോണ്ടിയാൽ അത് പൊട്ടി ഗൈസ്. ഓക്കെ ബാറ്ററി ലോ ആയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ് നോക്കിയേ, എൻ്റെ ചെങ്ങായി അത്യാവശ്യം ഹൈറ്റായിട്ടാ ഗൈസ്. എറൗണ്ട് എത്ര മീറ്ററാണ് നമ്മൾ കുഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ചാർജ് ഫുള്ളാക്കണം ഗൈസ്, ഇൻവെൻട്രി കാര്യമാക്കണം ഗൈസ്. ഇൻവെൻട്രിയിൽ നമുക്ക് 17 രൂപ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 53 ഓക്കെ അല്ലേ, 53 റുപ്പീസ് നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എത്ര ആഴായി ഗൈസ് നോക്കിയേ. കീടാ. ഓക്കെ ഗൈസ് 6 മീറ്ററായി ഗൈസ്. 6 മീറ്റർ ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ കുഴിച്ചിട്ട്. അപ്പോൾ ഏകദേശം ഒരു 50 മീറ്ററോളം നമ്മൾ കുഴിക്കണമായിരിക്കും ഗൈസ്. 50 അല്ലെങ്കിൽ 25 അങ്ങനെ ആയിരിക്കുമല്ലോ കണക്ക്. ഓക്കെ നമുക്ക് നോക്കാം. എന്തായാലും കുഴിച്ച് കീഴണല്ലോ. ഓക്കെ ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയില്ലേ നമുക്ക് അടുത്ത ഇപ്രാവശ്യം ഇങ്ങനെ പോവാം. എന്നിട്ടില്ലേ അടുത്ത ആവശ്യം മുതലില്ല ഇങ്ങനെ കുഴിച്ചു പോവാം. ഇങ്ങനെ അടി മാത്രം കുഴിക്കുന്നതിന് പകരം കുറച്ച് വീതി കൂട്ടാം ഗൈസ്. കാരണം നമുക്കിപ്പോൾ കണ്ട ഇത്രയും ഓളസിൽ നമുക്ക് പറക്കുമ്പോൾ കീയുമ്പോൾ ഇതെന്താ സാധനം, പറക്കുമ്പോൾ കീയുമ്പോൾ എല്ലാം കുറച്ച് അതൊരു ഇടങ്ങേറാവും ഗൈസ്. അത് കുറച്ച് പണിയാവും നമുക്ക്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഗൈസ്. ഓക്കെ ഒരു ഗോളും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഓൾമോസ്റ്റ് നമ്മൾ 7 മീറ്റർ ആഴത്തിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ബാറ്ററി തീരാനായി. തീരല്ല. ഓക്കെ ഗൈസ് കണ്ട അത് തീർന്നെങ്കിൽ ഞാൻ അവിടെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് എൻ്റെ ഇൻവെൻട്രി മൊത്തം കാലിയായനെ. ഇൻവെൻട്രിയിൽ ഇപ്പം നമുക്ക് 12 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇത് നല്ല ലാഭ കച്ചവടമാടാ. ഇപ്പം 4 4 രൂപ കൊടുത്താലേ നമുക്ക് റീചാർജ് ചെയ്യും. പിന്നെ ഇനി എല്ലാത്തിനും 30 രൂപ ആണ് ഗൈസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. ഇപ്പം വേണമെങ്കിൽ നമുക്ക് 2 എണ്ണം അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ വേണ്ട ഗൈസ് ഇപ്പം അപ്ഗ്രേഡ് ചെയ്തിട്ട് അങ്ങനെ തുല്യ നമ്മൾ ഗൈസ് അതിനെ ശ്രദ്ധിച്ചിട്ടാ ഗൈസ്. ഇനി അത് ഓർക്കണം. കാരണം ഇല്ലേ നമ്മൾ അത്രയും ഹൈറ്റിൽ നിന്ന് ഈ കുഴിയിലേക്ക് തുള്ളുമ്പോൾ നമ്മളെ കാലെല്ലാം ഇടിച്ച് ചതഞ്ഞ് ഇഞ്ചുറി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതും സൂക്ഷിക്കണം. ഓക്കെ ഗൈസ് ഒരു അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാറ്ററി ലോ ആയിട്ടും ഉണ്ട് ഗൈസ്. ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ
അയ്യോ ഇതെന്താണ് ഇങ്ങനെ? ഓക്കെ എടി ഇവിടെ അധികം കുഴിയാടാ, ഇവിടെയാടാ അധികം കുഴി ഗൈസ്. അപ്പം ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് തന്നെ പോവാല്ലേ? ഓ വേണ്ട വേണ്ട ഗൈസ്. അയ്യോ അയ്യോ തീരല്ലേ 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 തീരല്ലേ. ഓ പോയിടാ പോയി ഗൈസ്. ഒരാവശ്യം ഉണ്ടായിട്ട ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, അത് കുറച്ച് അത്യാഗ്രഹമായി പോയടാ. എടാ എൻ്റെ ഇൻവെൻറ്ററി മൊത്തം ഗൈസ്. നമുക്ക് ഒരു അയണ 2 അയണാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എടാ എടാ അത് കുറച്ച് അത്യാഗ്രഹമായി ഗൈസ്. ഇനി നമുക്കില്ലേ ഓ ഓ ഓ ഒരു മിനിറ്റ് ഗൈസ്. ഹീലി ഗൈസ്. ഇത് കാര്യം ചെയ്യാം നമുക്കില്ലേ, മാക്സിമം ഇതാവുന്നതിൻ്റെ മുമ്പ് തന്നെ എടാ ഇതിപ്പോൾ തുള്ളുമ്പോൾ ആണല്ലോടാ പണി. ഓക്കെ 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 ഗൈസ്. അങ്ങനെ ചെയ്യാം. നമുക്ക് മാക്സിമം ഇല്ലേ എന്താക്കുക വെച്ചാൽ പകുതി ആകുമ്പോഴേക്കൊക്കെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇല്ലെങ്കിലില്ലേ നമ്മളെ മുകളിലേക്ക് പോകേണ്ട ആ ഒരു പവർ നമുക്ക് ഉണ്ടാവില്ല ഗൈസ്. ഞാനില്ലേ ഇപ്രാവശ്യം കുറച്ച് അത്യാഗ്രഹമായിപ്പോയി, ഒരാവശ്യമായിട്ട് ഗൈസ് അങ്ങനെ പോകണ്ടേ. ഓക്കെ ഓക്കെ ഗൈസ്. ഇവിടെ അത്യാവശ്യം വലിയൊരു അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ വലിപ്പത്തിനനുസരിച്ചല്ല ഗൈസ്, എത്ര ചെറുതായാലും വലുതായാലും കാശ് ഒരേ പോലത്തെ ഗൈസ്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ന്യൂ മെറ്റീരിയൽ ഫൗണ്ട് ഗൈസ്. എടാ അത് പുതിയതാടാ ഗൈസ്, പുതിയത് ഗൈസ്. ഓൾമോസ്റ്റ് നമ്മൾ 8 മീറ്റർ ഗൈസ്, 8 മീറ്റർ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ 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 കമോൺ ഗൈസ്. എടാ ഒരു ലാമ്പ് വാങ്ങണം ഗൈസ്, ആഴം കൂടുന്നവരും ഇരുട്ടായി വരിക. ഓക്കെ ഗൈസ് ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. കണ്ട ബാറ്ററി ലോ ആകുന്നുണ്ട ഗൈസ്. കണ്ട ഇത്രയോളം നമുക്ക് വരാൻ തന്നെ ആ പകുതിൻ്റെ പകുതി നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ അത് കുറച്ച് പണിയാവും ഗൈസ്. എടാ 20 രൂപ. ഓ ഗൈസ് കോപ്പറടാ ഗൈസ്. അയണിന് ശേഷം കോപ്പറാടെ ഏറ്റവും വലിയ പൈസ. ഓക്കെ ഗൈസ് കമോൺ. അയൺ ഗൈസ്. എടാ നമുക്കിനി കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട് ഗൈസ്. ഗോൾഡ് കിട്ടിയാൽ പിന്നെ നമുക്ക് പറയണ. അപ്പോൾ ഫുൾ ചാർജ് ആക്കിയിട്ടും ഉണ്ട് ഗൈസ്. ഞാനില്ലേ 30 രൂപക്കില്ലേ ബാറ്ററി അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഗൈസ്. കാരണം ഇല്ലേ ബാറ്ററി അത്യാവശ്യമാണ്, നല്ല നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല അത്യാവശ്യമാണ് ഗൈസ്. അപ്പോൾ ഇല്ലേ കുറച്ചും കൂടി ഒരു അയ്യോ അത് ഞാൻ മറന്നടാ, ഞാൻ തുള്ളത് മറന്നടാ. അയ്യോ അത് മറന്നു പോകുന്നടാ ഞാൻ. ഓക്കെ ഗൈസ് നോക്കാം. ഒരു ഗൈസ് 8 മീറ്റർ അല്ല ഗൈസ്, 10 മീറ്റർ ആയ ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം ഗൈസ്. ഓക്കെ ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. ഓൾമോസ്റ്റ് 50 മീറ്റർ ആയിട്ടുണ്ടാ നമ്മൾ കുഴിച്ചിട്ട്. ഓക്കെ ഗൈസ് 1 മീറ്ററും കൂടി ആയാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ ഗൈസ് നോക്കാം. ഇതെന്താണ് സാധനം? ഇതെന്താ എടാ ഗൈസ് ഇത് നോക്കിയേ. എടാ ഇവിടെ വേറൊരു ഏരിയ. എൻ്റെ പൊന്ന് ഗൈസ് ഇത് നോക്കി ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ് ഒരു ഏരിയ ഉണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെ പുതിയൊരു ഏരിയ അൺലോക്ക് ആയടാ. എൻ്റെ പൊന്ന് ഗൈസ്. എടാ ഗൈസ് ഇതും കൊണ്ട് ഞാൻ താഴേക്ക് പോകുന്നത് അത്ര സേഫ് അല്ല ഗൈസ്. ഒരു കാര്യം ചെയ്യാം. കണ്ട ഇത്രയോളം ഹൈറ്റ് എടുക്കാൻ തന്നെ നമുക്കില്ലേ ആ ബാറ്ററീൻ്റെ കണ്ട ഗൈസ് അത്രയോളം പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റ് അടിയിൽ നിന്ന് നമുക്ക് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എന്തായാലും ഗൈസ്. അപ്പോൾ എൻ്റെ കൈമില്ലത് വിറ്റിട്ടേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ അടിയിലേക്ക് പോയിട്ട് നമുക്ക് സെറ്റാക്കാം. 25 രൂപ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗെയിം ഒന്ന് സേവ് ആക്കട്ടെ ഗൈസ്. ഗെയിം ഒന്ന് സേവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ എല്ലായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗൈസ് ചെയ്തോ ഗൈസ് ആ 3 എണ്ണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണോ, ഇത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ലൈക്ക് എന്തായാലും ചെയ്യണോടാ. പിന്നെ എൻ്റെ ശബ്ദം ഇപ്പം എങ്ങനെയുണ്ട്, കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.